ബഹിരാകാശത്തേക്ക് അയക്കപ്പെട്ട ഒരേ ഒരു പൂച്ചയുടെ പേരാണ് ഫെലിസെറ്റ്. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അവളെ 2 മാസത്തിന് ശേഷം ശാസ്ത്രജ്ഞർ കൊന്നുകളഞ്ഞു. മനുഷ്യൻ ബഹിരാകാശത്തേക്ക് കുതിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അവിടുത്തെ വിസ്മയങ്ങളും വെല്ലുവിളികളും നേരിടാൻ നമ്മൾ മിണ്ടാപ്രാണികളെ അയച്ചിരുന്നു. അത്തരത്തിൽ ചരിത്രത്തിന്റെ താളുകളിലധികം രേഖപ്പെടുത്താതെ പോയ ഒരു ധീരയായ ബഹിരാകാശ സഞ്ചാരിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അവൾ മറ്റാരുമല്ല, ബഹിരാകാശത്തെത്തിയ ലോകത്തിലെ ഒരേ ഒരു പൂച്ചയായ ഫെലിസെറ്റ്. 1963 ഒക്ടോബർ 18 ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസി ഫെലിസെറ്റിനെ ഒരു വെറോണിക് റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് അയച്ചത്. പാരീസിലെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന വെറും ഒരു സാധാരണ പൂച്ചയായിരുന്നു അവൾ. എന്നാൽ കഠിനമായ പരിശീലനങ്ങളിലൂടെ അവൾ ശാസ്ത്രലോകത്തിന്റെ പ്രിയപ്പെട്ടവളായി മാറി. ഏകദേശം 157 കിലോമീറ്റർ ഉയരത്തിൽ വരെ ഫെലിസെറ്റ് യാത്ര ചെയ്തു. ഭാരമില്ലായ്മയും ബഹിരാകാശത്തെ അമിതമായ ശബ്ദവും അവളുടെ ശരീരത്തിനെയും തലച്ചോറിനെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുകയായിരുന്നു ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യം. ഇതിനായി അവളുടെ തലച്ചോറിൽ ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചിരുന്നു. 13 മിനിറ്റ് നീണ്ട ആ യാത്രയ്ക്ക് ശേഷം അവൾ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. എന്നാൽ ഈ വിജയത്തിന് പിന്നിലൊരു സങ്കടകരമായ വശമുണ്ട്. യാത്ര കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം അവളുടെ തലച്ചോറിൽ വന്ന മാറ്റങ്ങൾ പഠിക്കാനായി ശാസ്ത്രജ്ഞർ അവളെ ദയവധത്തിന് വിധേയമാക്കി. ശാസ്ത്രത്തിനു വേണ്ടി തന്റെ ജീവൻ നൽകേണ്ടി വന്ന ഒരു രക്തസാക്ഷിയായിരുന്നു അവൾ. പതിറ്റാണ്ടുകളോളം ഫെലിസെറ്റ് വിസ്മരിക്കപ്പെട്ടെങ്കിലും 2019 ഫ്രാൻസിൽ അവൾക്കായി ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചു. ഇന്ന് നാം ബഹിരാകാശത്ത് കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്നിൽ ഫെലിസെറ്റിനെ പോലെയുള്ള ജീവികളുടെ വലിയ ത്യാഗമുണ്ടെന്ന് നാം മറക്കരുത്. മനുഷ്യന്റെ അറിവിനും പുരോഗതിക്കും വേണ്ടി സ്വന്തം ജീവൻ ബലികഴിച്ച ഈ കുഞ്ഞു പൂച്ചയെ നാം ഒരിക്കലും മറന്നുപോകരുത്. ഇതിവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.